ഇത് ചാണകമാണ്. ഉത്തരേന്ത്യക്കാരുടെ വിറകാണ്. കഥ പറയാം. ഉത്തരേന്ത്യയിൽ ഗ്രാമീണരുടെ പ്രധാന ജീവിതമാർഗം എരുമകളാണ്. എരുമകളുടെ വിസർജ്യം എങ്ങനെയാണ് വിറകായി മാറുന്നതെന്ന് പറയാം. ചാണകത്തിലേക്ക് ഗോതമ്പിന്റെയോ കടുകിന്റെയോ വൈക്കോൽ പൊടിച്ചു ചേർത്ത് പത്തിരി പോലെ പരത്തും. അവ ഉണക്കി ഇതുപോലുള്ള ചാണകപ്പുരകളിൽ സൂക്ഷിക്കും. ചാണകപ്പുരകളൊക്കെ വളരെ കലാപരമായിട്ടാണ് നിർമ്മിക്കുന്നത്. ഇത് PT മുഹമ്മദ് ഉസ്താദ് കഥ പറഞ്ഞു തുടങ്ങണം. ഉസ്താദിന്റെ ആദ്യ വീഡിയോ ആണിത്. ചാണകം എങ്ങനെയാണ് വിറകാക്കുന്നത് എന്നായിരുന്നു. ഇതിനുശേഷം നിരവധി വീഡിയോ അദ്ദേഹം ചെയ്തു. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച, അറിയാൻ ആഗ്രഹിച്ച നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നുള്ള ഒരുപാട് കാഴ്ചകളാണ് അദ്ദേഹം വീഡിയോയിൽ പകർത്തി നമ്മളെ കാണിച്ചു തന്നത്. ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഹരിയാനയിലെ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അദ്ദേഹം പടുത്തുയർത്തുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കഥ കൂടി അദ്ദേഹം പറയുന്നത് കേൾക്കാനിടയായി. മലയാളത്തിലെ റിപ്പോർട്ടർ ചാനലിലാണ് അത്തരത്തിൽ അദ്ദേഹം തന്നെ ആ കഥ പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് ഒരിക്കൽ ഹരിയാനയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടുത്തെ സർക്കാർ സ്കൂൾ സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഏകദേശം 10-12 അധ്യാപകരും 30 വിദ്യാർത്ഥികളും. ഈ കണക്കിലൊരു കൗതുകം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അധ്യാപകർ പറഞ്ഞു, ഏകദേശം 500-ലേറെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത സ്കൂളാണ്. പക്ഷേ ദിനേന വരുന്നത് 50-ൽ താഴെ മാത്രം കുട്ടികളാണ്. ഈ കുട്ടികളൊന്ന് സ്ഥിരമായി സ്കൂളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അധ്യാപകരുടെ ദയനീയമായ ചോദ്യം അപരിചിതരായ ഞങ്ങളോട്. അങ്ങനെയാണ് ആ ഗ്രാമത്തിൽ ആദ്യമായി ഒരു ലേണിംഗ് സെന്റർ ഞാൻ ആരംഭിക്കുന്നത്. പിന്നീട് വിവിധ ഗ്രാമങ്ങളിൽ ലേണിംഗ് സെന്ററുകൾ ആരംഭിച്ചു. ബാക്ക് ടു സ്കൂൾ, കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതായിരുന്നു ഈ ലേണിംഗ് സെന്ററിലെ ലക്ഷ്യം. നിരവധി കുട്ടികൾ അങ്ങനെ എത്തിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് തോന്നി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ ഒരിടത്ത് കൊണ്ടുവന്ന് റെസിഡൻഷ്യലായി പഠിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഒരു റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് സ്കൂൾ എന്ന സ്വപ്നം എൻ്റെ മനസ്സിൽ വരുന്നത്. ഹരിയാനയിൽ സുഡാക്കയിൽ ആന്താക്ക എന്നൊരു ഗ്രാമത്തിൽ അതിന് കുറഞ്ഞ സ്ഥലം 3 ഏക്കർ വാങ്ങുകയും നിലവിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജൂലൈ 1-ന് കെട്ടിടം അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. വളരെ നല്ലൊരു പ്രവർത്തനത്തിനാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവന്നുകൊണ്ട് വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. വളരെ സന്തോഷമാണ് നമുക്ക് തോന്നിയത്. എന്തായാലും ജൂലൈ 1 അത്തരത്തിലൊരു പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നിരവധി കാഴ്ചകളാണ് ഇതിനു മുമ്പ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. കാശ്മീരിൽ നിന്നുള്ള മനോഹര കാഴ്ചകൾ, അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഒരു നാട്ടിലെ കർഷകര്, എങ്ങനെയാണ് ഒരു നാട്ടിലെ ജനത, എങ്ങനെയാണ് ഒരു നാട്ടിലെ നഗരം, എങ്ങനെയാണ് ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവിതങ്ങൾ, ഇതൊക്കെ പച്ചയോടുകൂടി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോടൊപ്പം താമസിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കൃഷി രീതികൾ വിവിധ രീതിയിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി അദ്ദേഹം കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു ബ്ലോഗറെ നമ്മൾ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോ കാണുമ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കും. കഥ പറയുകയാണ് എന്ന് പറഞ്ഞാൽ തുടങ്ങാം, അവസാനം വീണ്ടും കാണാം. വളരെ പെട്ടെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. ഒരുപാട് അറിവുകളാണ് അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോയിലും നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ അദ്ദേഹം അറിവുമായിട്ട് രംഗത്തിറങ്ങുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യനാണ് PT മുഹമ്മദ് സക്കാഫി എന്ന ഈ ഉസ്താദ്. അദ്ദേഹം മർക്കസിൽ നിന്നും ബിരുദമെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്. നിരവധി പ്രവർത്തനങ്ങളുമായിട്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2024 ഏപ്രിൽ 15-ന് അദ്ദേഹത്തിന്റെ FB-യിൽ ഉത്തർപ്രദേശിലെ ബറോലിയിൽ പുതുതായിട്ട് ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയും സ്പാനിഷും ഫ്രാൻസും അതുപോലെ തന്നെ അറബി ഭാഷകളാണ് വളരെ പ്രാധാന്യം നൽകി മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗത്ത് കൈകാര്യം ചെയ്യുന്ന ഭാഷകളാണ് ഇതൊക്കെ. അത് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അതിൽ ആശയവിനിമയം നടത്താൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. അത്തരത്തില് വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പോ ഹരിയാനയിൽ വരാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. തുടർച്ചയായി അതിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ കൂടി അവിടെ നടക്കും. എന്തായാലും ഇത് കേട്ടപ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷമാണ് ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തോട് കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും